നമസ്കാരം, ഇത് ദ ഇന്ത്യ. പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ആളില്ലാ വിമാനങ്ങളുടെ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വൻ ഊർജം പകർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച ദിവ്യാസ്ത്ര MK3 സൂയിസൈഡ് ഡ്രോൺ കന്നിപ്പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ പ്രത്യേക ഡ്രോൺ പരിശോധന എയർ സ്ട്രിപ്പിൽ വെച്ചായിരുന്നു ഈ ചരിത്രപരമായ പരീക്ഷണം. രാജ്യത്തിന്റെ തദ്ദേശീയ ആളില്ലാ വിമാന സാങ്കേതിക വിദ്യയിലെ നിർണായക മുന്നേറ്റമായിട്ടാണ് ഈ പരീക്ഷണത്തെ വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പായ കാവ UAV പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ദിവ്യാസ്ത്ര MK3 വികസിപ്പിച്ചത്. വിവിധ രാജ്യങ്ങളിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച ഡ്രോൺ സംവിധാനങ്ങളെ പഠിച്ചാണ് ഇതിന്റെ രൂപകൽപ്പന നടത്തിയതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ശത്രുവിന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക സാന്നിധ്യം തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ സ്ഫോടക വസ്തുക്കളുമായി നേരിട്ട് പതിച്ച് ആക്രമണം നടത്തുന്നതിനാണ് ദിവ്യാസ്ത്ര MK3 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ 250 മുതൽ 300 കിലോമീറ്റർ വേഗതയും 15 മുതൽ 20 കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയും ഇതിലുണ്ടെന്നാണ് സൂചന. സ്വയം നിയന്ത്രിത ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനവും AI അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ സംവിധാനവും ആക്രമണശേഷികളും ഡ്രോണിലുണ്ടെന്നും കമ്പനി വ്യക്തമാക്കുന്നു. എയർ ഫ്രെയിം, പ്രൊപ്പൽഷൻ, പേലോഡ്, ഗൈഡൻസ്, ഓട്ടോണമസ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചവയാണ്. ഇതേ ഡ്രോണിന്റെ 1-2 പതിപ്പുകൾ മുമ്പ് പുറത്തിറക്കിയിരുന്നു. 15 മുതൽ 20 കിലോഗ്രാം വരെ ഭാരശേഷിയുള്ള ദിവ്യാസ്ത്ര MK1 രഹസ്യാന്വേഷണ ക്യാമറകളും യുദ്ധമുഖത്ത് ഉപയോഗിക്കാനുള്ള സെൻസറുകളും മറ്റു വെടിക്കോപ്പുകളും വഹിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ദിവ്യാസ്ത്ര MK2 50 മുതൽ 100 കിലോ വരെ ഭാരശേഷിയുള്ളതായിരുന്നു. വലിയ ശത്രുപാളയങ്ങൾ തകർക്കാൻ പ്രാപ്തിയുള്ള ദിവ്യാസ്ത്ര MK2വിന് ശേഷമാണ് ഇപ്പോൾ ഞൊടിയിടയിൽ പറന്നുയർന്ന മിന്നൽ ആക്രമണങ്ങൾ കൃത്യതയോടെ നടത്താൻ ശേഷിയുള്ള ദിവ്യാസ്ത്ര MK3 കൂടി വരുന്നത്. ദിവ്യാസ്ത്ര MK2വിന്റെ വേഗം മണിക്കൂറിൽ 150 മുതൽ 180 കിലോമീറ്റർ ആയിരുന്നു. ദിവ്യാസ്ത്ര MK1ന്റെ വേഗം മണിക്കൂറിൽ 120 മുതൽ 150 വരെ കിലോമീറ്ററുമായിരുന്നു. ശത്രു രാജ്യങ്ങൾക്ക് എതിരാളികൾക്ക് നെഞ്ചിരിപ്പേറ്റുന്ന ഈ പുതിയ ചാവേർ ഡ്രോണിന്റെ പരമാവധി പറക്കൽ സമയം 2 മണിക്കൂർ വരെ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ദിവ്യാസ്ത്ര MK3യുടെ പ്രധാന സവിശേഷതകളിലൊന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച ജെറ്റ് പ്രൊപ്പൽഷൻ സംവിധാനമാണ്. ന്യൂഡൽഹി ആസ്ഥാനമായ ഡിജി പ്രൊപ്പൽഷൻ വികസിപ്പിച്ച ചെറിയ ജെറ്റ് എഞ്ചിനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പരമ്പരാഗത ആക്രമണ ഡ്രോണുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പിസ്റ്റൺ എഞ്ചിനുകളെയോ ഇലക്ട്രിക് മോട്ടോറുകളെയോ അപേക്ഷിച്ച് ഉയർന്ന വേഗത കൈവരിക്കാൻ ജെറ്റ് പ്രൊപ്പൽഷൻ സഹായിക്കുന്നു. ഇതിലൂടെ ഈ ഡ്രോണിനെ ശത്രുവിന്റെ റഡാറിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താനും പിന്തുടരാനും പ്രതിരോധിക്കാനും ലഭിക്കുന്ന സമയം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ പ്രധാനമായും പ്രൊപ്പല്ലർ അധിഷ്ഠിത എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ദീർഘദൂര പറക്കൽ, ലളിതമായ നിർമ്മാണം, കുറഞ്ഞ ചെലവ് എന്നിവയ്ക്ക് ഇത്തരം സംവിധാനങ്ങൾ മുൻഗണന നൽകുമ്പോൾ ദിവ്യാസ്ത്ര MK3 വേഗതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സമീപകാലത്ത് നടന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിലും US ഇറാൻ സംഘർഷങ്ങളിലും വൺ വേ അറ്റാക്ക് ഡ്രോണുകളുടെ പ്രാധാന്യം വ്യക്തമായിരുന്നു. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ വഴി തകർത്ത് കളയാൻ ഇത്തരം ആയുധങ്ങൾക്ക് സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും അവയിൽ ഭൂരിഭാഗവും കുറഞ്ഞ വേഗതയുള്ള പരമ്പരാഗത മോഡലുകളായിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള ആധുനിക സംഘർഷങ്ങളിൽ ഡ്രോണുകളും ലോയിറ്ററിംഗ് മ്യൂണിഷനുകളും നിർണായക ആയുധങ്ങളായി മാറിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. ഉയർന്ന വേഗതയുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന ദിവ്യാസ്ത്ര MK3 ഇന്ത്യയുടെ തദ്ദേശീയ ഡ്രോൺ ശേഖരത്തിന് പുതിയൊരു വിഭാഗത്തിന് തുടക്കമിടുന്നതായിട്ടാണ് വിലയിരുത്തുന്നത്.